ഹലോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുജിഷ്ക ഇആർപിയിലെ പ്രൊഡക്റ്റ് ക്രിയേഷൻ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ട്സിന്റെ സൈഡിൽ അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്നാണ്. സോ ആദ്യം തന്നെ നമ്മൾ മാസ്റ്റർ മൊഡ്യൂളിൽ പോവുക. അതിനുശേഷം നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇതിലാണ് നമുക്ക് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ യൂണിറ്റ്സ് ആഡ് ചെയ്യാൻ, കാറ്റഗറി ആഡ് ചെയ്യാൻ, അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്റ്റ് റിലേറ്റഡ് ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ ക്രിയേറ്റ് പ്രൊഡക്റ്റിൽ പോയതിനു ശേഷം ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് നെയിം ഒന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ മിൽക്ക് എന്നുള്ളൊരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നമുക്ക് കാറ്റഗറി ഏതാണോ, ഇപ്പോൾ ഫുഡ് ആണെങ്കിൽ അത് കൊടുക്കുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറി നമ്മളിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാറ്റഗറീസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ പുതിയൊരു കാറ്റഗറി ഇവിടുന്ന് തന്നെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം, നമുക്ക് സിങ്ക് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കോഡ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ബേസ് യൂണിറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇപ്പോൾ പീസ് ആയിട്ടാണ് വിൽക്കുന്നതെങ്കിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഏതാണോ അതായിരിക്കും നമ്മുടെ ബേസ് യൂണിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് EAN ബാർകോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ബാർകോഡ് തന്നെയാണ്, 13 ഡിജിറ്റ് ബാർകോഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് മെയ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുഫാക്ചറിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിന്റെ നെയിം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ടാക്സ് കോഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ നമുക്ക് ടാക്സ് കാറ്റഗറി ഏതാണോ അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് പ്രൊഡക്റ്റ് ലൊക്കേഷൻ. ഇപ്പോൾ ഏത് ഷെൽഫിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇരിക്കുന്നത്, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം. പിന്നെ നമുക്ക് ഫേവറേറ്റ് പ്രൊഡക്ട്സിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനും ഉണ്ട്. അതിനുശേഷം നമുക്ക് പ്രൊഡക്റ്റ് ഇമേജ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ് പ്രൊഡക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ കാണാം സെറ്റ് ഡിറൈവ്ഡ്, സെറ്റ് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ സെറ്റ് സ്റ്റോക്ക്. നമ്മൾ സെറ്റ് ഡിറൈവ്ഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ പ്രൊഡക്റ്റ് തന്നെ ചിലപ്പോൾ പീസിൽ വിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ബോക്സ്, കാർട്ടൺ, എങ്ങനെ വേണമെങ്കിലും നമ്മൾ വിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും, അതുപോലെ തന്നെ നമുക്ക് ഓരോ ഡിറൈവ്ഡ് യൂണിറ്റ്സിനും സെപ്പറേറ്റ് ബാർകോഡ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഡിറൈവ്ഡ് യൂണിറ്റ് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിൽ അപ്ഡേറ്റ് കൊടുക്കാം. പിന്നെ നമുക്ക് സെറ്റ് സ്റ്റോക്കിൽ പോയതിനു ശേഷം ആ ഒരു പ്രൊഡക്റ്റിന്റെ പർച്ചേസ് റേറ്റ് എത്രയാണ്, സെയിൽസ് റേറ്റ് എത്രയാണെന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്പെസിഫിക് റേറ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റേറ്റ് നമ്മൾ ഈ ഒരു ബോക്സ് ഓഫ് 10 കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സിലക്ട് എന്നുള്ളതിൽ ടിക്ക് കൊടുക്കുക. അതിനുശേഷം ഇൻക്ലൂഡ് ടാക്സ് ആയിട്ടുള്ള റേറ്റ് ആണ് നിങ്ങൾക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ആയിക്കോളും. പിന്നെ നമുക്കിവിടെ കാണാം, നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്രൈസ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെറ്റ് സ്റ്റോക്ക് അലർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സെറ്റ് സ്റ്റോക്ക് അലർട്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രൊഡക്റ്റിന് മിനിമം സ്റ്റോക്ക് അതുപോലെ തന്നെ മാക്സിമം സ്റ്റോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മിനിമം നമ്മൾ 10 സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ 10 താഴെ എപ്പോഴാണ് ആ ഒരു സ്റ്റോക്ക് പോകുന്നത്, അപ്പൊ നമുക്ക് ഡാഷ്ബോർഡിൽ അതിന്റെ അലർട്ട് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ മീതെ കാണാം എക്സൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബൾക്കായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സൽ ഇമ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒന്നില്ലെങ്കിൽ മാനുവലി എൻ്റർ ചെയ്യാം, അതല്ലെങ്കിൽ ബൾക്കായിട്ട് എക്സൽ ഇമ്പോർട്ട് എന്നുള്ള ആ ഒരു നമ്മുടെ എക്സൽ ഫോർമാറ്റിലേക്ക് ആക്കിയതിന് ശേഷം എക്സൽ ഇമ്പോർട്ട് വഴി നമുക്ക് പ്രൊഡക്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ബാക്കിൽ വരുമ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ബാർകോഡ് വെച്ചിട്ട് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിന്റെ നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടുന്ന് തന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ വന്നാൽ നമുക്ക് ഇവിടെ ക്വിക്ക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ബാക്കിൽ പോയാൽ നമുക്കിവിടെ അപ്ഡേറ്റ് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കാറ്റഗറി വൈസ് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇതാക്കണമെങ്കിൽ ആ ഒരു കാറ്റഗറി ഏതാണ് നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാറ്റഗറിൻ്റെ അണ്ടറിലുള്ള എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിംഗിൾ വിൻഡോയിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ പ്രൊഡക്ട്സും ഇവിടുന്ന് ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമുക്കിത് ഇനി എങ്ങനെയാണ് നമ്മുടെ റിപ്പോർട്ട്സിന്റെ സെക്ഷനിൽ വരുമ്പോൾ നമുക്ക് നോക്കാം. നമുക്കിവിടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രൊഡക്റ്റ് സമ്മറിയിൽ പോയാൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിന്റെ നെയിം, അതുപോലെ തന്നെ അതിന്റെ ഏലിയാസ്, നമ്മുടെ പ്രൊഡക്റ്റ് കോഡ്, ബാർ കോഡ്, കാറ്റഗറി, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ ഫിൽറ്റർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെപ്പറേറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡാറ്റാസ് കൊടുത്തിട്ട് വേണമെങ്കിലും നമുക്കത് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ക്രിയേഷനും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിപ്പോർട്ട് സൈഡും വരുന്നത്. സോ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.